പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡോറാണ്. എന്ന് വെച്ചാൽ ഒരു മെഷീനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ സർവീസസ് റൺ ചെയ്യാം. അപ്പോൾ ഈ പോർട്ട് നമ്പറിനെ നിങ്ങളൊരു വീടിൻ്റെ ഡോറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓരോ റൂമിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസ് സ്പേസ് ആണെന്നിരിക്കട്ടെ. ഒരു ഓഫീസ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരം സർവീസ് കിട്ടും. ചിലപ്പോൾ ഒരു മാളിലേക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടാവാം, കോഫി ഷോപ്പിലേക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടാവും, പോസ്റ്റ് ഓഫീസിലേക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സർവീസ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ കയറി പോകുന്നത്. എന്ന് വെച്ചാൽ മാളെന്ന് പറഞ്ഞതൊരു മെഷീനാണെങ്കിൽ മാളിനൊരു ഐ പി അഡ്രസ്സ് ഉണ്ടാകുന്ന പറഞ്ഞാൽ മാളിനൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്, അതിനൊരു ഒരു സെർട്ടൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൊച്ചിയിൽ ലുലു മാളിൽ നിൽക്കുന്നതാണെങ്കിൽ ഇടപ്പള്ളിയിലൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് നിൽക്കുന്ന സ്ഥലമാണ് ഐ പി അഡ്രസ്സ്. അതിനുശേഷം ഐ പി അഡ്രസ്സിനകത്ത് എന്തുണ്ട്? ഒരുപാട് ഷോപ്പുണ്ട്. അതിനകത്തൊരു 10-100ഓളം ഷോപ്പുണ്ട്. അത് ഏത് ഷോപ്പിൽ പോകണം എന്നുള്ളത് നിങ്ങൾ ആ ഷോപ്പിൻ്റെ മാപ്പ് നോക്കണം. എന്ന് വെച്ചാൽ ലുലു മാളിൻ്റെ മാപ്പ് നോക്കണം, ഏത് ഷോപ്പ് ഏത് ഭാഗത്ത് എത്രാമത്തെ ഫ്ലോറിൽ നിന്ന് പറയണം അല്ലേ. അതിനെയാണ് ഈ പോർട്ട് നമ്പർ എന്ന് വിളിക്കുന്നത്. ആ പോർട്ടിനകത്ത് നിങ്ങൾ ആ പോർട്ട് വഴി, അതായത് ഇടപ്പള്ളിയിൽ ചെന്ന് ലുലു മാളിനകത്ത് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഫുഡ് കോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. അതാണ് ആ സർവീസ്. അതേപോലെ ഇടപ്പള്ളി ചെന്നിട്ട് നിങ്ങൾ വേറെ ഏത് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാം. ഡിഫറെൻറ്റ് സർവീസാണ്. എന്ന് വെച്ചാൽ ഓരോ പോർട്ടിനും ഓരോ സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ സിസ്റ്റം ഒരെണ്ണേ ഉള്ളെങ്കിലും നിങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. എങ്ങനെ മൾട്ടിപ്പിൾ പോർട്സ് അസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഒരു കച്ചവടം ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു മെഷീൻ്റെ റിസോഴ്സിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള മൾട്ടിപ്പിൾ സർവേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഒരു പോർട്ട് വെച്ചിട്ട്. എന്ന് വെച്ചാൽ ഒരു മെഷീനിൽ തന്നെ ഒരുപാട് സർവേഴ്സ് നമുക്ക് റൺ ചെയ്യാം. മെയിൽ സെർവർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, വെബ് സെർവർ സെറ്റ് ചെയ്യാം, FTP സെർവ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ HTTP റിക്വസ്റ്റ് ചെയ്യുന്നത് വേറൊരു പോർട്ടലാണ്, മെയിൽ സെർവർ റിസീവ് ചെയ്യുന്നത് വേറൊരു പോർട്ടാണ്, FTP വേറൊരു പോർട്ടലാണ്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പോർട്ട്സ് ആണ്. സോ കോൺഫ്ലിക്റ്റ് ഇല്ല. പക്ഷേ ഏതൊരു സർവീസ് വേണമെങ്കിൽ നിങ്ങൾ IP അഡ്രസ്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ ഒരു പോർട്ട് നമ്പർ കൂടെ കൊടുക്കണം, നിർബന്ധമാണ്. പക്ഷേ സാധാരണകളിൽ നിങ്ങൾ പോർട്ട് നമ്പർ കൊടുക്കാറില്ല വെബ്സൈറ്റിൽ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വെബ്സൈറ്റ് google.com എന്ന് സെർച്ച് ചെയ്യുമ്പം നിങ്ങൾ പോർട്ട് നമ്പർ കൊടുക്കാതെ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ബ്രൗസർ തന്നെ, അതായത് ബ്രൗസറിൻ്റെ ഫീച്ചറാണ്, ബ്രൗസർ തന്നെ തീരുമാനിക്കുകയാണ് ഏത് തരം പോർട്ടാണ് ഞാനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യേണ്ടതെന്ന് ബ്രൗസറാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല.